ഹലോ ഗ്യാസ്, അപ്പോൾ നമ്മളിന്നതാ പുറത്തോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നു. കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങിക്കണം. അപ്പം ഞാനും ആദിത്യനും കൂടെയാണ് പോകണം. ആദിത്യം ഇന്ന് സ്കൂളിൽ പോയില്ല, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് പോകാൻ പറ്റാതായിപ്പോയത്. അപ്പം ഞാനും ആദിത്യനും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അതാ നമ്മളിങ്ങനെ വോട്ടയിൽ പോവുകയാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒടിഞ്ഞു വരുന്ന ഓട്ടോയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ബസ് കൂലി കൊടുത്താൽ മതി, അവിടെ ഇറങ്ങാം. അപ്പോൾ അതാ നമ്മൾ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചാരയ്ക്ക് വില കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് കേട്ടോ. എന്ത് പറയാനാ, ശനിയും ഞായറും മാത്രമേ വില കുറവുള്ളൂ, അല്ലാത്ത ദിവസമൊന്നും വില കുറവില്ല. അപ്പം ഇപ്പോൾ പഞ്ചാരയുടെ റേറ്റ് 48 കേട്ടോ. പണ്ട് 42 43 കിടന്നത് ഇപ്പോൾ പെട്ടെന്ന് 48 കേൾക്കപ്പം അത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എങ്കിലും പഞ്ചാരയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ട്. പിന്നെ നമ്മളവിടെയാണെന്ന് വെച്ചാൽ പഞ്ചാരയാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. കാരണം ആദിത്യനും അപ്പവും കറമ്പീക എപ്പോഴും പഞ്ചാരയുടെ ആൾക്കാരാണ്. അവർ പഞ്ചാര എപ്പോഴും ചായയിലായാലും നല്ലതുപോലെ കലക്കി കുടിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ പഞ്ചാരയും പിന്നെ തേയിലപ്പൊടി, ഇവിടെ കണ്ണൻ ദേവൻ്റെ തേയിലപ്പൊടിയുണ്ട്. അത് നല്ല ഒന്ന് സ്ട്രോങ് ഉള്ള ടീയും പിന്നെ ഒന്ന് ക്ലാസിക്കൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം രണ്ടും ഞാൻ വാങ്ങിച്ചായിരുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് വാങ്ങിച്ചത്. പിന്നെ ബിസ്ക്കറ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ 2 എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വേണ്ട ബിസ്ക്കറ്റ് ഇപ്പം തന്നെ ഈ മാസം ബിസ്ക്കറ്റ് ഒരു 2-3 കവർ കറമ്പിക്കുട്ടിക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2-3 തോനെ കവർ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ കറമ്പിക്കുട്ടി തിന്ന് പിന്നെ അവൾക്ക് ബിസ്ക്കറ്റിൻ്റെ കൂടെ എനിക്കും വലിയ ഇപ്പോൾ താല്പര്യമില്ല. കാരണം ബിസ്ക്കറ്റ് അങ്ങനെ കൊടുത്ത ആഹാരം വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ അവർക്ക് ബിസ്ക്കറ്റായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ ഡോക്ടർമാരും പറയും ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് കൊടുക്കുന്നത് നല്ലതല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ബിസ്ക്കറ്റൊന്നും കൊടുക്കില്ല. ആദ്യത്തിന് വയറുവേദനയൊക്കെ വന്നതിന് ശേഷം പിന്നെ ബിസ്ക്കറ്റ് ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കേണ്ടെന്നൊക്കെ കരുതിയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തില്ല, അത് കണക്കിന് എടുക്കാമെന്ന് കരുതി എടുത്തേണ്. പിന്നെ തിരിച്ചങ്ങ് വെച്ചു. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ടൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ അവിടെ ശനി ഞായർ മാത്രമേ ഉള്ളൂ ഒരു ഓഫറിന് കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പറ്റാതെ വന്നുപോയി. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് വരാമെന്ന് കരുതി ഇന്ന് വന്നതാണ്. റേറ്റ് കുറവുണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ശനി ഞായറാണ് ഇവിടെ ഓഫറിന് കൊടുക്കണം, അല്ലാത്തപ്പം സാധാരണ വില തന്നെയാണ്. ഒരു 1-2 രൂപയൊക്കെ കുറയുള്ളൂ. അപ്പോൾ അതാ മാങ്ങ കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി മാങ്ങ എടുത്തു. മാങ്ങ 110 എത്രയാണ് കിലോ. അപ്പം ഞാൻ പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ, മാങ്ങ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ തക്കാളിക്ക് എടുത്തതാണ്. പിന്നെ ഞാൻ തക്കാളിക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമ്മൾ അല്ലാതെ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചായിരുന്നു. അപ്പം അതിൽ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാമെന്ന് കരുതി. പിന്നെ പച്ചക്കറി കടയിൽ തന്നെ ഉള്ളിയും ഉരുളൻകിഴങ്ങൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടിയും പിന്നെ തേയിലപ്പൊടിയും പഞ്ചാരയൊക്കെ വാങ്ങിച്ചോളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് കറി വയ്ക്കാമെന്ന് കരുതി ഇങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ മാങ്ങ അച്ചാറിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ആദ്യം അരിഞ്ഞപ്പോൾ തൊട്ടേ കറമ്പിക്കുട്ടി വന്ന് അതൊക്കെ വാരി തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കറമ്പിക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇങ്ങനെ തിന്നാനായിട്ട്. എനിക്ക് ആ മാങ്ങ അരിയപ്പോൾ തന്നെ എനിക്കത് മാങ്ങ ഒരു പുളിപ്പ് നമുക്കത് അരിയപ്പോൾ തന്നെ ഒരു പുളിപ്പ് കണക്കുള്ളൊരു ഫീലിങ്സാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്, അപ്പോൾ ഒരു മാങ്ങയൊക്കെ ഇങ്ങനെ പഴുത്തായിരുന്നു. പിന്നെ ഒരു മധുരവും കൂടെ കിട്ടുന്നതൊക്കെ നല്ല. അപ്പോൾ അതൊക്കെ അച്ചാറൊക്കെ ഇട്ടാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയൊക്കെ അരിയണം. അപ്പോൾ ആദ്യത്തേന്ന് നല്ല സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ആദ്യത്തിനാണ് ഇപ്പോൾ സഹായിച്ചൊക്കെ തരണത്. പിന്നെ നമ്മൾ കുറേശ്ശെയൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ പറക്കി കൊടുക്കപ്പം ആദ്യത്തിന് ഒരുവിധമൊക്കെ അടുക്കളയിലെ ജോലികളൊക്കെ അറിയാം. ഞാൻ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് വയ്യാതെ വന്നാലും അവരൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ അറിഞ്ഞിരുന്നാൽ അവർക്ക് നല്ലതല്ലേ. പിന്നെ അവന് പാചകത്തിൻ്റെ കൂടെ പണ്ടേ താല്പര്യമാണ് അവന്. അപ്പം കുറേശ്ശെയൊക്കെ അവനും അടുക്കളയിലൊക്കെ വന്ന് കയറും. അപ്പോൾ കുറച്ചൊക്കെ പിന്നെ ഞാനും കൂടെയൊക്കെ നിൽക്കും. അപ്പോൾ മാങ്ങ ഞാൻ ഇങ്ങെടുത്ത് വെച്ചായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മടിയിൽ വെച്ചില്ലെങ്കിൽ കറമ്പിക്കുട്ടിയുടെ വായിൽ മൊത്തം അതെല്ലാം പോവും, പിന്നെ ഒന്നും കിട്ടത്തില്ല. കറമ്പിക്കുട്ടി മാങ്ങയ്ക്ക് വേണ്ടിയാണ് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണത് കേട്ടോ. മാങ്ങ വേണം എന്ന് പറഞ്ഞു.
അപ്പം നമ്മൾ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ചാറിട്ട് നമ്മളല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലൊന്നും അച്ചാർ അത്ര നല്ല നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു ടേസ്റ്റും ഇല്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ ഡബിൾ കോസിൻ്റെ ഒരു മാങ്ങ അച്ചാർ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അത് വാങ്ങിച്ചിട്ടാണെങ്കിൽ വകയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ. അത് മാങ്ങ അതിലില്ല, മറ്റേ ഒരുമാതിരി ഇങ്ങനെ അലിഞ്ഞ് ഒരുമാതിരി അരച്ചെടുത്ത കണക്കുള്ളൊരു മാങ്ങ. അത് നമുക്കത് തിന്നാനും നമ്മൾ ഇടുന്ന അച്ചാറാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റും കാണും, നമുക്ക് കഴിക്കാനും തോന്നും. അപ്പം ഞാനിപ്പം നമ്മൾ ഇടുന്ന അച്ചാർ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എനിക്കിപ്പം അത് കഴിക്കാനാണ് ഇപ്പം എനിക്ക് തോന്നിക്കുന്നത്. മറ്റേ ലുലുമാളിൽ പോകുമ്പോൾ പിന്നെ അച്ചാർ വാങ്ങിക്കും. അവിടുത്തെ അച്ചാർ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ ഇടും കണക്കുള്ളൊരു ഫീലിങ്സ് തന്നെ, നമുക്ക് വലിയ കെമിക്കൽ ഉള്ള കണക്കൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ നമുക്കൊരു മടമുണ്ട്, ആ മടത്തിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് ഇനി എന്തെങ്കിലും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതവർ വീട്ടിൽ ഇടുന്ന അച്ചാറാണ് കേട്ടോ. അത് ഞാൻ ഇനി പോകുമ്പോൾ ആ വീടും കാണിച്ചു തരാം. അവിടെ മെയിനായിട്ട് പോറ്റിമാരിടുന്ന അച്ചാറാണ്. അവർ പണ്ട് തൊട്ടേ എൻ്റെ കൊച്ചിലെ തൊട്ടേ അച്ചാറുകൾ ഇടും. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് BP ലോ ആവുന്നതുകൊണ്ട് അച്ചാർ കഴിക്കണമെന്ന് ഡോക്ടർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അച്ചാർ കഴിക്കും. അപ്പോൾ ഇതാ ആദ്യത്തെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അടുക്കിപ്പറക്കി ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അച്ചാറിൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കി. അപ്പോൾ അതാ ചോറൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഇന്ന് ദോശയുടെ മാവ് ചുട്ടപ്പോൾ അത്ര കറക്റ്റ് ആയില്ല. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്കെങ്കിൽ അതിൽ കുറച്ച് ശർക്കരയും ഗോതമ്പ് മാവും എല്ലാം കൂടെ ചേർത്തൊരു ഉണ്ണിയപ്പം ആക്കാമെന്ന് കരുതി. അങ്ങനെ അവൻ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തത്. അപ്പം ആ ഉണ്ണിയപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ഒഴിച്ച് നോക്കി. അപ്പോൾ കറക്റ്റ് ആദ്യം പറഞ്ഞു ഉണ്ണിയപ്പം ആവോ എന്തോ അമ്മ ഇത്രയും മാവൊന്നും ഇതാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നപ്പം കറക്റ്റായിട്ട് ഏകദേശം ഉണ്ണിയപ്പം ആയി കേട്ടോ. ഉണ്ണിയപ്പം നല്ലതുപോലെ തന്നെ ഉണ്ണിയപ്പം ആയി. അപ്പോൾ അതാ നമുക്ക് ഉണ്ണിയപ്പം തിരിച്ചിടാമെന്ന് കരുതി. അപ്പോൾ ഇത് പണ്ടേ ഉള്ളൊരു ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ. എൻ്റെ അമ്മേരെ ആ ഒരു ഓർമ്മയ്ക്ക് വെച്ചേക്കുന്നതാണ്. അമ്മ വാങ്ങിച്ച ഉണ്ണിയപ്പ ചട്ടിയാണ്. അമ്മ ഉള്ളപ്പം വല്ലപ്പോഴും ഉണ്ടാക്കും, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ഞാൻ ഇതിപ്പോഴും അമ്മേരെ ആ ഒരു ഓർമ്മയ്ക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പമൊന്നും പറയാനുള്ള അത്ര ടേസ്റ്റൊന്നും ഇല്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരുവിധം. എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.